പക്ഷേ ഇറാനിൽ ഇപ്പോൾ ഇസ്രായേൽ ഒരു കുറിപ്പ് ഇട്ടിരിക്കുന്നു. ഫാഴ്സി ഭാഷയിലാണ്, ഇറാൻകാർക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് ഇട്ടിരിക്കുന്നത്. അതിതാണ്: നിങ്ങൾ നഗരങ്ങളെ വളയൂ, ഞങ്ങൾ കൂടെയുണ്ട്, ഞങ്ങൾ ഇസ്രായേലിലല്ല നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്, ഞങ്ങൾ സഹായിച്ചുകൊള്ളാം. വളരെ വ്യക്തമാണ് ആ സന്ദേശം. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്തുണയ്ക്കും, നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് ഇസ്രായേലി ചാരന്മാരെന്നുള്ളതാണ്. ഇപ്പോൾ ഇസ്രായേൽ നമുക്ക് അറിയാം, അതിനുവേണ്ടി നേരത്തെ ബോംബാക്രമണം നടത്തി അവരുടെ എല്ലാവിധ ആണവശേഷിയും നശിപ്പിക്കാൻ ശ്രമിച്ചതാണ്, അമേരിക്കയോട് കൂട്ടുചേർന്നുകൊണ്ട്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന പ്രക്ഷോഭങ്ങളിൽ പക്ഷേ 200ഓളം പേർ മരിച്ചു എന്നാണ് BBC റിപ്പോർട്ട്. 200ഓളം പേർ. 65 നമ്മുടെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിലും പ്രക്ഷോഭം രൂക്ഷമാവുകയാണ്. എല്ലാ പ്രാവശ്യവും ഈ ബസാറികൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്, അവിടുത്തെ വ്യാപാരികൾ, അവരെ ബസാറികൾ എന്നാണ് പറയുന്നത്. ആ ബസാറികൾ എപ്പോഴും ബസാറികൾ പിന്തുണച്ച ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. ഇപ്പോൾ ബസാറികൾ കടകളെല്ലാം അടച്ചുകൊണ്ട് ഇതിനെ പിന്തുണച്ചിരിക്കുന്നു. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ നാണയമായിട്ടുള്ള റിയാലിൻ്റെ വില ഗണ്യമായിട്ട് ഇടിഞ്ഞിരിക്കുന്നു. അതായത് ഇപ്പോൾ $1 കിട്ടണമെങ്കിൽ 10 ലക്ഷം റിയാൽ, ഇറാനി റിയാലാണ്, ഇറാനി റിയാൽ കൊടുക്കണമെന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഇവിടെ സാമ്പത്തികമുണ്ട്, രാഷ്ട്രീയമുണ്ട്, വിദേശ ഹസ്തങ്ങളുണ്ട്, എല്ലാം കൂടെ ചേർന്ന് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് ഇറാൻ ജനത കടന്നു പോകുന്നത്. എങ്ങനെ കാണുന്നു? വല്ലാത്ത അവസ്ഥയാണ്. കാരണം ഇറാന് 1979 വിപ്ലവത്തിന് ശേഷം അവിടെ നമ്മൾ സാധാരണ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ കാണുന്നത് പോലുള്ള കടുത്ത ഇരുമ്പുമറയും വിലക്കുകളും ഉള്ള ഒരു ഭരണക്രമമാണ് നിലവിലുള്ളത്. ഇസ്ലാമിക ശരീഅത്താണ് അവിടുത്തെ നിയമം. അതും സാധാരണ ഇസ്ലാമല്ല, ഷിയ മുസ്ലിമാണ്. ഷിയ ഇസ്ലാം എന്ന് പറയുന്നത് സാധാരണ സുന്നി ഇസ്ലാമിനേക്കാളും കടുത്തതും അങ്ങേയറ്റം കുറെ കൂടി സംഘടിതവും ഒക്കെ ആയൊരു വിശ്വാസ പ്രമാണമാണ്. അതുകൊണ്ടാണ് അവിടെ അത്ര ആസൂത്രിതമായിട്ട് ഒരു വിപ്ലവം നടത്താൻ പറ്റിയത്. ആയത്തുള്ള ഖുമൈനി പുറത്തിരുന്നുകൊണ്ടാണ്, രാജ്യത്തിന് പുറത്തിരുന്നുകൊണ്ടാണ് വിപ്ലവം നടത്തിയത്. 79 വിപ്ലവം നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമേരിക്കയുടെ പിന്തുണയോടുകൂടി വലിയ എത്രയോ കാലമായി അവിടെ വേര് പിടിച്ച ഭരണകൂടമായിരുന്നു ഷാ പഹ്ലവിയുടെ ഭരണകൂടം. ആ ഭരണകൂടത്തിനെതിരായിട്ട് വിപ്ലവം നടത്തിയിട്ടാണ് അത് സാധ്യമായത്. ഈ ഷിയ മുസ്ലിം ആത്മീയതയുടെ ഒരു ശക്തി കൊണ്ടാണ്. ഇപ്പോൾ അത് അയഞ്ഞു തുടങ്ങുന്നത്. ഇപ്പോൾ 79 കടന്ന് എത്ര കൊല്ലമായി? ഇപ്പോൾ 4 പതിറ്റാണ്ട് കഴിഞ്ഞു. 45 കൊല്ലത്തോളായി, 45-46. അപ്പോൾ ഇത്രയും കാലം നിന്നു എന്നത് പക്ഷേ ഒരു വെറും നിൽപ്പായിരുന്നില്ല. അത് ധാരാളമായിട്ടുള്ള വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. കടുത്ത നിയമങ്ങൾക്കെതിരായി അവിടെ പൗരാവകാശ പ്രശ്നങ്ങളുണ്ടായിരുന്നു. വസ്ത്രധാരണത്തിൻ്റെ പേരിൽ അവിടെ പെൺകുട്ടികൾ കൊല്ലപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇറാനി തടവറയിൽ നിരപരാധികൾ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ച് എത്രയോ പേർ തടവറയിൽ കിടന്ന് മരിച്ചിട്ടുണ്ട്. അത്തരം പോരാളികൾ അവിടെ ഇരുന്ന് എഴുതിയ പുസ്തകങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഒരു മതഭരണം, ഇറാനിലെ മതഭരണകൂടം കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി അവിടെ നടത്തിക്കൊണ്ടിരുന്ന അതിക്രമങ്ങളിൽ ഇപ്പോൾ ജനം സഹികെട്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. സഹികെട്ടത് എപ്പോഴാണ്? ഇതൊക്കെ അവർ സഹിക്കുമായിരുന്നു എപ്പോഴൊക്കെ രാജ്യം അഭിവൃദ്ധിയിലേക്കാണ് പോകുന്നതെങ്കിൽ. ഇപ്പോൾ വന്ന് രാജ്യം കൂപ്പുകുത്തി വീണ് സാമ്പത്തികമായി തകർന്ന് ഡോളറിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ അതിഭീകരമായി ഡോളറിന് മുമ്പിൽ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത സൂചനയാണല്ലോ. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക നില എവിടെ നിൽക്കുന്നു, ജീവിത നിലവാരം എവിടെ നിൽക്കുന്നു, മനുഷ്യൻ്റെ ജീവിതം വഴിമുട്ടിയിരിക്കുന്നു എന്നുള്ള സൂചനയാണ്. അപ്പോൾ ഗതികെട്ട് എല്ലാ വഴിയും മുട്ടിയപ്പോഴാണ്, നിവൃത്തികേടുകൊണ്ട് അവർക്കറിയാം. ഇപ്പോൾ ഇന്നിപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് അല്ലെ, ഇറാൻ ഭരണകൂടം പറഞ്ഞിരിക്കുന്നത് ആര് തെരുവിലിറങ്ങിയാലും വധശിക്ഷയാണെന്ന്. ഷൂട്ട് അറ്റ് സൈറ്റ്. എവിടെയാണ് പിന്നെ ജനാധിപത്യം? ഒരാൾക്ക് പ്രതിഷേധിക്കാൻ അവകാശമില്ല. ആരെങ്കിലും പ്രതിഷേധിച്ചാൽ ഉടനെ കൊന്നുകളയും. ഇതിവർക്ക് അറിയാഞ്ഞിട്ടല്ല, അതാണ് ആ ഭരണകൂടത്തിൻ്റെ സ്വഭാവമെന്ന് അവിടുത്തെ പ്രതിഷേധക്കാർക്കും അറിയാം. എന്നിട്ടും അവർ പ്രതിഷേധിക്കേണ്ടി വന്നിരിക്കുന്നു. ഇപ്പോൾ ഡൂ ഓർ ഡൈ ആണ്. അവർക്ക് ഒന്നുകിൽ ജീവിക്കണം, അല്ലെങ്കിൽ മരിച്ചോട്ടെ. ജീവിക്കാനുള്ള സമരത്തിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇറാൻ രക്ഷപ്പെടാൻ വേണ്ടി പ്രയോഗിക്കുന്ന 2 സൂത്രങ്ങളാണ്. ഒന്ന്, ഇസ്ലാമിനെതിരായിട്ടുള്ള ശക്തികളാണ് ഈ കലാപത്തിൻ്റെ പിന്നിൽ. 2, അമേരിക്ക എന്നും ഞങ്ങൾക്കെതിരാണ്. കാരണം അമേരിക്കക്കെതിരായിട്ടാണല്ലോ. അമേരിക്കയുടെ പാവയായി ഈ ഷാ പഹ്ലവി ഭരിക്കുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് അവിടെ വിപ്ലവം ഉണ്ടായത്. അതുകൊണ്ട് അമേരിക്കയാണ് ഈ കലാപത്തിൻ്റെ പിന്നിൽ. പക്ഷേ അമേരിക്ക, എനിക്ക് തോന്നുന്നു അമേരിക്കയേക്കാൾ അമേരിക്ക കലാപം ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷേ അമേരിക്കയേക്കാൾ കൂടുതൽ ഇപ്പോൾ ആ കലാപം ആവശ്യമുള്ളത് ഇസ്രായേലിനാണ്. ഇസ്രായേൽ പ്രത്യക്ഷമായി ആ കലാപത്തെ പിന്തുണക്കുന്ന ഇസ്രായേലാണ്. അതിന് കാരണമുണ്ട്.
ഇറാന്റെ പ്രോക്സി ടെററാണ് ഇസ്രായേലിനെതിരായിട്ട് ഹമാസ് ഉൾപ്പെടെ. ഹമാസ് ആയാലും ഹിസ്ബുള്ള ആയാലും ഹൂത്തികളായാലും ഒക്കെ, ഹൂത്തികൾ ഡയറക്റ്റ് ഇറാന്റെ പിന്തുണയാണല്ലോ. അപ്പോൾ ഈ ഇസ്രായേൽ തീർച്ചയായിട്ടും അവരുടെ സമാധാനത്തിന് കൂടി ആവശ്യമുണ്ട് ഇറാനെ നിലക്ക് നിർത്തേണ്ടത്. അപ്പോൾ അമേരിക്കക്ക് വേണമെങ്കിൽ പറയാവുന്നത് ആണവ കരാറ് ഇറാൻ പാലിച്ചില്ല എന്നൊക്കെയാണ്. ആണവ കരാർ ഇറാന് മാത്രം ബാധകമായൊരു സംഗതിയല്ല. ഇറാൻ തീർച്ചയായിട്ടും അമേരിക്കയോട് ലോകത്തിൽ ഇത്രയും കാലം 40-45 കൊല്ലമായി പൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ആറ്റം ബോംബ് വേണ്ടി വരും. കാരണം അമേരിക്കയാണ് അത് ലോകത്തിൽ ആദ്യം ഉണ്ടാക്കി ലോകത്തെ കാണിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊക്കെ രാഷ്ട്രീയമാണ്. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇറാൻ ജനതയുടെ നിലനിൽപ്പ്, അവർ അതിജീവനത്തിന് വേണ്ടിയുള്ള വലിയ കലാപത്തിലാണ്, ജീവൻ മരണ പോരാട്ടത്തിലാണ്. ഈ പോരാട്ടത്തിൽ എന്താണ് ലോകരാജ്യങ്ങൾ, ഇപ്പോൾ ഇസ്രായേൽ മാത്രം മിണ്ടിയാൽ മതിയോ? ഇസ്രായേലിന് ഇറാനെ നിലക്ക് നിർത്തേണ്ട ആവശ്യമുണ്ടാവും. ഇറാൻ ഭരണകൂടത്തെയാണ് നിലക്ക് നിർത്തേണ്ടത്. ഇറാനിലെ ജനതയെ കൊന്നൊടുക്കുകയല്ലല്ലോ വേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇറാൻ ജനതയെ രക്ഷിക്കാൻ ആരുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യം. ഇറാൻ ഭരണകൂടത്തെ നിലക്ക് നിർത്തുക അവിടുത്തെ റെജീം ചേഞ്ച് ആണ് വലിയ. മാഷെ ഇടപെട്ടോട്ടെ. അതിനിടയ്ക്ക് അവർ തന്നെ പറയുന്നുണ്ട്, ഈ പ്രക്ഷോഭകാരികളെല്ലാം അമേരിക്കയെ ട്രംപാണല്ലോ എനിക്ക് സന്തോഷം തരുന്ന ഇന്ത്യയോടെയും പറഞ്ഞു സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണെന്ന് അവർ പറഞ്ഞു. ശരിയായ ഇറാൻകാരല്ലെന്നുള്ള ഒരു വാദമാണ് ഈ അലി ഖമൈനി തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അല്ല, അതുണ്ടാവാം. അത് അവരുടെ ഒരു ആർഗ്യുമെന്റ് എല്ലാ കാലത്തും അങ്ങനെയാണ്. ഇറാനിലെ മനുഷ്യാവകാശ പ്രവർത്തകന്മാരൊക്കെ ഒന്നുകിൽ അമേരിക്കയുടെ ചാരന്മാരാണ്, ഇനിയിപ്പോൾ ഇസ്രായേലിന്റെ ചാരന്മാരാണ്, ഇസ്രായേലാണ് അവിടെ അട്ടിമറി നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ല, ഇതിനകത്തൊരു വാസമുണ്ട്. ഇപ്പോൾ ഷാ ഭരണകൂടം ഏതാണ്ട് പുറത്താക്കപ്പെട്ടതിന് ശേഷമാണ് ഈ അയത്തുള്ള അലി ഖമനയി വരുന്നത്. ഖമനയി ആയിരുന്നു ആദ്യം, ഖമനയി വന്നു. അപ്പോൾ അയത്തുള്ള അലി ഖമനയിയാണ് അവിടുത്തെ രാജ്യത്തിൻ്റെ പരമോന്നത നേതാവ്. പക്ഷേ പരിഷ്കരണവാദിയായിട്ടുള്ള പ്രായോഗിക രാഷ്ട്രീയ വക്താവ് എന്ന നിലയിലാണ് മസൂദ് പെസഷ്കിയാൻ അവിടുത്തെ പ്രസിഡന്റായിട്ട് വരുന്നത്. അപ്പോൾ പെസഷ്കിയാനാണ് പ്രസിഡന്റ് എങ്കിലും നമുക്കറിയാം അവിടുത്തെ പ്രസിഡന്റിന്റെ അധികാരം എന്ന് പറയുന്നത് പരിമിതപ്പെട്ടാണ്. 2022 സമാനമായ വിലക്കയറ്റത്തെ തുടർന്നും ഒരു കലാപം ഉണ്ടായി, പിന്നീട് അത് മാറിയതാണ്. ഇവിടെ ഇപ്പോൾ ഒരു കലാപ സമാനമായ സാഹചര്യം ഉണ്ടാകുന്ന ട്രംപിനെ സന്തോഷിപ്പിക്കും സ്വാഭാവികമായിട്ട്. കാരണം അമേരിക്കൻ നിലപാടിനെ എതിർക്കുന്ന അയത്തുള്ള അലി ഖമനയി എന്ന് പറയുന്ന നേതാവിനെ തീർത്ത് കളയുക എന്നുള്ളത് അമേരിക്കയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഇസ്രയേലും അമേരിക്കയും നേരത്തെ ഇറാന് നേരെ ആക്രമണം നടത്തിയതും ഈ ഖമനയെ തീർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. പക്ഷേ 2024 മസൂദ് പെസഷ്കിയാൻ വന്നപ്പോൾ അവിടുത്തെ ഇറാനിയൻ ജനത ഒരുപാട് സന്തോഷിച്ചു. കാരണം ഇതുപോലെയുള്ള തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരാളല്ല, ഇയാൾക്ക് കുറച്ച് നല്ല വശങ്ങളൊക്കെ ഉണ്ട്, അതുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് കരുതി. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ, ഈ അവിടുത്തെ മൂല്യത്തകർച്ചയാണ്. അവിടുത്തെ കറൻസിക്ക് വലിയ തോതിൽ വിലയിടിവ് ഉണ്ടാകുന്നു. ഈ കറൻസിക്ക് വിലയിടിവ് ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും വിലക്കയറ്റം ഉണ്ടാകും. വിലക്കയറ്റമാണ് ഓരോ രാജ്യത്തെയും ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കാൻ പ്രേരിപ്പിക്കുന്നത്. കാരണം അവർക്ക് കുറഞ്ഞ പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്നില്ല. അവരെങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും? ഇത് വലിയൊരു ആശങ്കയാണ്. ഈ ആശങ്ക സൃഷ്ടിക്കുന്നത് ഒരുപക്ഷെ ട്രംപാണെന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. ഇപ്പം റേസ പഹ്ലവി ഇവിടേക്ക് തിരിച്ചു വരണമെന്ന് സ്വാഭാവികമായിട്ടും ട്രംപ് ആഗ്രഹിക്കുന്നുണ്ടാവും, പഹ്ലവി ആഗ്രഹിക്കുന്നുണ്ടാവും. ഷാ ഭരണകൂടത്തിൻ്റെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അധികാരം തിരിച്ചു പിടിക്കണം, ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നു. ട്രംപ് വേണമെങ്കിൽ അതിനുള്ളൊരു കളം ഒരുക്കി വെച്ചാൽ ഇങ്ങോട്ടേക്ക് വരാം. മാത്രമല്ല ആത്യന്തികമായിട്ട് ഇപ്പം മസൂദ് പെസഷ്കിയാൻ നിലപാട് മാറ്റേണ്ടി വരുന്നു. കാരണം തെരുവിലേക്ക് ഇറങ്ങുന്നവനെ തൂക്കിക്കൊല്ലും അല്ലെങ്കിൽ അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുമെന്ന് ഒരു പ്രസിഡന്റിന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അവിടുത്തെ മതനിലപാടുകളെ അംഗീകരിക്കേണ്ടി വരുന്നു. കാരണം ഇപ്പോൾ തെരുവിലിറങ്ങുന്ന ജനങ്ങളെ പിന്തുണയ്ക്കാൻ IRGC ഇല്ല. IRGC കൂടി ഈ പ്രക്ഷോഭകർക്കൊപ്പം വന്നു കഴിഞ്ഞാൽ അവിടെ റെജീം ചേഞ്ച് ഉണ്ടാകാം. അത്തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ലോകം ഉറ്റുനോക്കുന്നു. ഒപ്പം ഡൊണാൾഡ് ട്രംപ് തൻ്റെതായ രീതിയിലുള്ള പ്രവർത്തന ശൈലി അവിടെ പിന്തുടരുകയും ചെയ്തു. കാരണം ഇറാനെ തകർക്കുക എന്നുള്ളത് അമേരിക്കയുടെ കൂടി ആവശ്യമാണ്, ലക്ഷ്യമേറുന്നതല്ല എണ്ണ തന്നെയാണ്. അതേ രീതിയിൽ ഒരു നീക്കം നടത്തുകയാണെങ്കിൽ ഇനി ഈ പറയുന്ന പെസഷ്കിയാൻ ഞങ്ങൾ നിങ്ങളെ തെരുവിലേക്ക് ഇറങ്ങി കൊല്ലുമെന്നൊക്കെ പറഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ കലാപം കൂടുതൽ മേഖലകളിലേക്ക് കത്തിപ്പെടാനാണ്. തെരുവുകളിൽ നിന്ന് കത്തുന്നു, വാഹനങ്ങൾ കത്തിക്കുന്നു, ജനങ്ങൾ കൂടുതലായിട്ട് തെരുവിലേക്ക് ഇറങ്ങുന്നു. മാത്രമല്ല സ്ത്രീകൾക്ക് പഴയതുപോലെ സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ സമൂഹം അവിടെയുണ്ട്. അവരെല്ലാം കൂടി ഈ നഗരത്തിലേക്ക് ഇറങ്ങിയാൽ ഇറാന്റെ അവസ്ഥ എന്താകും? അതും കൂടെ നമ്മൾ ചിന്തിക്കണ്ടേ? തീർച്ചയായിട്ടും. ഖമേനിയുടെ ചിത്രം കത്തിക്കുന്ന സ്ത്രീയുടെ ചിത്രത്തോട് ഇന്ന് പത്രങ്ങളിലെല്ലാം കാണാം. ഖമേനി ചെറുപ്പക്കാരിയായ സ്ത്രീ, ഖമേനിയുടെ ചിത്രം ധൈര്യപ്പെടുകയാണ് അതിന് വേണ്ടിയിട്ട്. കാരണം ദൈവത്തിൻ്റെ സ്വന്തം പ്രതി പുരുഷനായിട്ടാണ് അവരോധിച്ചിരിക്കുന്നത് ആ ഭരണാധികാരി. ഇതിനിടയ്ക്ക് സിജിജി പറഞ്ഞ പോലെ ഈ പെസഷ്കിയാൻ എന്ന് പറയുന്നത് തൊഴിലാളി വർഗത്തിൻ്റെ കൂടെ ആളാണെന്ന് പറഞ്ഞിട്ടാണ് അധികാരത്തിൽ വന്നത്. അത് പിന്തുണ നേടി തെരഞ്ഞെടുപ്പിൽ ജയിച്ച ആളുമാണ്. പക്ഷേ അദ്ദേഹം ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതായത് ഈ ആളുകളുടെ ഈ വിലക്കയറ്റം നേരിടാൻ വേണ്ടിയിട്ട് ആളൊന്നുക്ക് $7 പ്രതിമാസം നൽകാം. $7 എന്ന് പറയുമ്പോൾ 7 × 10 ലക്ഷമാണ്. അത്രയും എന്ന് പറഞ്ഞാൽ അല്ലേ, $70 ലക്ഷം മാസം തോറും ഇവർക്ക് 70 ലക്ഷം ഇറാൻ റിയാൽ കൊടുക്കാമെന്ന് വാഗ്ദാനമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ വാഗ്ദാനം കൊണ്ടും അവർ കെട്ടടങ്ങുന്നില്ല.
അപ്പം പിന്നെ ഇതിൻ്റെ പിന്നിലെ ആ തൽക്കാലം ഒന്ന് വിദേശ ഹസ്തങ്ങളുടെ ശക്തമായിട്ടുള്ള ഒരു പിൻബലം ഉണ്ടെന്ന് നമുക്ക് കരുതാം. തന്നെയല്ല, മറുവശത്ത് റേസ പഹ്ലിയോ എന്ന് പറയുന്ന നേരത്തെ ഉണ്ടായിരുന്ന ഷാ മുഹമ്മദ് റേസ പഹ്ലിയുടെ മകനായിട്ടുള്ള ആൾ, അദ്ദേഹം ഭരണാധികാരിയാവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു രാഷ്ട്രീയം കൂടി, നമ്മൾ സാമ്പത്തികം മാത്രമല്ല, ജനങ്ങളുടെ ദുരിതം മാത്രത്വം അതിനും അപ്പുറമുള്ള ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ ദാഹം അതും കൂടി ഉണ്ടോ? രണ്ട് പാഠങ്ങൾ ആണ് ഇപ്പോൾ നമ്മൾ ലോകത്തിൽ നിന്ന് പഠിക്കുന്നത്. ഒന്ന്, റഷ്യ സോവിയറ്റ് യൂണിയന്റെയും പുറകിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ സാർ ചക്രവർത്തിമാരുടെ ഒരു ഭരണകൂടമായിരുന്നു പിന്നീട് വന്ന ഈ പറഞ്ഞ സമഗ്രാധിപത്യ ഭരണകൂടങ്ങളെക്കാൾ ഭേദം. അത് മതമായാലും കമ്മ്യൂണിസമായാലും അത് ലോകം ആഗ്രഹിക്കുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് റഷ്യ. ഇതേ സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ നമ്മൾ ഇറാനിലും കാണുന്നത്. മതം കൊണ്ട് വയറ് നിറക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇറാൻ. കാരണം മതം കൊണ്ട് നിങ്ങൾക്ക് വിപ്ലവം ഉണ്ടാക്കാൻ പറ്റും, വൈകാരികമായി വികാരം ആളി കത്തിച്ചിട്ട് ഭരണകൂടത്തെ അട്ടി ഓടിക്കാൻ പറ്റും. പക്ഷേ ജനങ്ങളുടെ വയറ് നിറച്ച്, ജനങ്ങളുടെ മനസ്സ് നിറച്ച്, ജനങ്ങളുടെ സ്വാതന്ത്ര്യം വകവെച്ചു കൊടുത്ത് ഒരു നാട് ഭരിക്കുക എളുപ്പമല്ല എന്നുള്ളത് തെളിവാണ്. ഖുമൈനിയിൽ നിന്ന് ഖാംനയിലേക്കുള്ള ദൂരം അതാണ്. ഖുമൈനി അത്തരം പ്രതിസന്ധി നേരിട്ടിട്ടില്ല. എണ്ണപ്പണം കൊണ്ട് ജീവിക്കാൻ നിവൃത്തിയുണ്ടായിരുന്ന ഒരു രാജ്യത്തെ വൈകാരികമായി മതം ഉപയോഗിച്ച് ഭരണമാറ്റം നടത്തിയ ആളാണ് ഖുമൈനി. ഖാംനയുടെ കാലമായപ്പോൾ അത് പോരാ. ഖാംനയ്ക്ക് ജനങ്ങൾക്ക് വേണ്ടത് കൊടുത്തുകൊണ്ട് ഭരിക്കാൻ പറ്റണം. അത് സാധ്യമല്ലാന്ന് തെളിയിച്ചു. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസം 72 കൊല്ലം ഭരിച്ചപ്പോൾ തകർന്നു പോകുന്നത്? എന്തുകൊണ്ടാണ് ഷിയ ഭരണകൂടം 45 കൊല്ലം കൊണ്ട് തകർന്നു പോകുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണത്. തീർച്ചയായിട്ടും സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മുല്ലപ്പൂ വിപ്ലവം വന്നതും ഇതിൻ്റെ കാരണത്താലാണ്. പല രാജ്യങ്ങളും ഇസ്ലാമിക ഭരണകൂടങ്ങളായിരുന്നു. അവരും ചോദിച്ച ഇതാണ്, നിങ്ങൾ ഇസ്ലാമെങ്കിൽ ഇസ്ലാം, യാതൊരു വിരോധവും ഞങ്ങൾക്കില്ല, ഇസ്ലാമിനോട് ആർക്കും വിരോധമില്ല. പക്ഷെ ഞങ്ങൾക്ക് തൊഴിൽ തരൂ, ഞങ്ങൾക്ക് അന്നം തരൂ, ഞങ്ങൾക്ക് കിടപ്പാടം തരൂ എന്ന ചോദ്യമല്ലേ? ആ ചോദ്യത്തിന് മുമ്പിൽ ലോകത്തിലെ ഏത് മതഭരണകൂടത്തിനും കൃത്യമായ ഉത്തരം കൊടുക്കേണ്ടി വരും. അല്ലാത്ത കാലത്തോളം ഷൂട്ട് അറ്റ് സൈറ്റ് പറഞ്ഞാലും അല്ലെങ്കിലും ജനങ്ങൾ പുറത്തിറങ്ങി പൊരുതും. ഇതിനേക്കാൾ ഭേദം ഒന്ന് ആലോചിച്ച് നോക്കൂ. ജീവിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ പിന്നെ മരിക്കുന്നതിൽ എന്താ ബുദ്ധിമുട്ട്? മരണത്തെ ഭയപ്പെടൂല ആളുകൾ. പക്ഷേ ഇറാന്റെ നഗരങ്ങളെല്ലാം കത്തിയെറിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭരണകൂടം എന്ന നിലയിൽ മസൂദ് പെസഷ്കിയാന്റെ പട്ടാളം ഇറങ്ങിയേ പറ്റൂ. ഈ മസൂദ് പെസഷ്കിയാൻ പറയുന്നതിന് അപ്പുറത്തേക്ക് അയത്തുള്ള അലി ഖമനേയി പറഞ്ഞാൽ മാത്രമേ IRGC ഉൾപ്പെടെയുള്ള സേനകൾ ആക്ട് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു സേന ആക്ട് ചെയ്താൽ ഉണ്ടാകാവുന്ന ഫലം അമേരിക്കൻ സേന അവിടെ കൊണ്ടുവന്നുള്ള അമേരിക്ക തിരിച്ചടിക്കുള്ള ഒരു ഉറപ്പാണ്. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഭരണമാറ്റം അവർക്ക് വളരെ ആവശ്യമാണ്. ഇറാനെ അട്ടിമറിക്കുക എന്നുള്ളത് തന്നെയാണ് കൃത്യമായി പറഞ്ഞത്. അപ്പോൾ അയത്തുള്ള അലി ഖമനേയെ വെടിവെച്ചു കൊല്ലാം, അല്ലെങ്കിൽ അയാളെ പിടിച്ച് തൂക്കിയിടാം. ഇവിടെ മസൂദ് പെസഷ്കിയൻ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതി നിങ്ങളെയൊക്കെ കൊല്ലുമെന്ന് പറഞ്ഞാൽ ആ കലാപം കൂടുതൽ മോശം അവസ്ഥയിലേക്ക് പോവുകയുള്ളൂ. അമേരിക്ക ഇടപെടുകയും ചെയ്യും. അമേരിക്കക്ക് തീർച്ചയായിട്ട് താല്പര്യങ്ങളുണ്ട്. ഒന്ന്, അമേരിക്കയുടെ എണ്ണയാണ്. ഇപ്പൊ ഈ ഇപ്പോഴത്തെ വിലക്കയറ്റത്തിന്റെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ റിസഷൻ ഉണ്ടല്ലോ, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അമേരിക്കൻ ഉപരോധമാണ്. അമേരിക്കയുടെ സമ്മർദ്ദം കൊണ്ട് ലോകരാജ്യങ്ങൾ ഇറാന് മേൽ നടത്തുന്ന ഉപരോധത്തിന്റെ അവസാനത്തെ ഫലമാണിത്. അമേരിക്കയാണ് ഇതിന്റെ തീർച്ചയായിട്ടും അമേരിക്കൻ പ്ലാനാണ് വിജയിക്കുന്നത് എന്ന് ശരിയാണ്. പക്ഷേ ഒരു അന്തിമമായി നമ്മളിപ്പോൾ ചരിത്രത്തിൽ കാണുന്നത് എന്താ? ഇറാനിൽ നിന്ന് ഇത്രയും കാലമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ അമേരിക്കൻ ഉപരോധം കൊണ്ട് മാത്രമല്ല ജനങ്ങൾ കഷ്ടപ്പെടുന്നത്, ഇസ്ലാമിക ഭീകരത കൊണ്ടും കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ ഇതിനേക്കാൾ ഭേദം ഒരു അമേരിക്കൻ പാവ ഗവൺമെന്റ് അവിടെ ഒരു റെജീം ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ ഒന്ന് പരീക്ഷിക്കാൻ ഇറാൻ തയ്യാറാവേണ്ടി വരും. നമ്മൾ അരുതാത്തത് അല്ലെങ്കിൽ അനിവാര്യമായത് സംഭവിച്ചേ തീരൂ. അതിനെ നമ്മൾ തടുത്തു നിർത്താൻ സാധ്യമല്ലാത്ത വിധം ഇറാൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സങ്കീർണമായിരിക്കുന്നു ഇറാന്റെ പ്രശ്നങ്ങൾ എന്ന് വേണം കരുതാൻ.